Good morning, all. Okay, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചു നോക്കിയിരുന്നോ? ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത്. എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ ആ ടച്ച് തന്നെ പോകും. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത് നിർത്തിയ ഭാഗം ഓർമ്മയുണ്ടോ? ഓക്കെ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ്സ് സർവീസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് നമ്മള് കണ്ടിരുന്നു ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ വലിയ ഓർഗനൈസേഷനാണ് എങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റ് തന്നെയൊക്കെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ല ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ ടോപ്പ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ആ പാക്കേജുകളൊക്കെ എംപ്ലോയീസിന് ലഭ്യമാക്കുന്നതിനുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയതില് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? അപ്പൊ നമ്മള് അല്ലെ അത് വ്യത്യസ്ത രീതിയിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കാം എന്നുള്ള കാര്യം കണ്ടു. അത് വിവിധ രീതിയിൽ ഓരോ സ്ഥാപനത്തിന്റെ അനുസരിച്ചിട്ട് വ്യത്യസ്ത വ്യക്തികളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിഷനൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആണ് സ്റ്റേറ്റ് ബിലോ. ഈ പറഞ്ഞ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസ് അല്ലെ പാക്കേജുകളൊക്കെ തന്നെ അത് കൺസിഡർ ചെയ്യുന്ന കുറെ ഒരു കൂട്ടം വിഭാഗക്കാരൊക്കെയാണ് അത് പരിഗണിക്കുന്നത് അല്ലെ. എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എങ്കിലും ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കൂടുതലായിട്ടും മോസ്റ്റ് ഓഫ് ദ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിനും അഫക്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയാൽ തന്നെ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അതനുസരിച്ചിട്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള സർവീസ് പാക്കേജിൽ പെടേണ്ടത് അല്ലെ? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഡിസൈഡിങ് ദ CPNs ഓഫ് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ കൺസിഡറേഷൻ ഏതൊക്കെ കൺസിഡറേഷൻ എങ്ങനെ സേവനങ്ങളൊക്കെ നടപ്പാക്കാം എന്നുള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് വരുന്നത് ആർക്കൊക്കെയാണ് അത് കൊടുക്കേണ്ടത് അല്ലെ? ആർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഫസ്റ്റ് ആയിട്ട് തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആർക്കാണ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടത്. The different categories of employees who can be a part of overall benefit program offered by the firm must be decided by an employer as a constituent of accomplishing the objectives of benefit plans. ഓക്കെ, നമുക്കറിയാം തൊഴിലുടമ അല്ലെ ഏതൊരു ഓർഗനൈസേഷന്റെ ആണെങ്കിലും തൊഴിലുടമയാണ് ഇത് മെയിൻ ആയിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ഈ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജിന്റെ ലക്ഷ്യം കൈവരിക്കാൻ പറ്റുന്നത് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് ഇതിന്റെ ആ ഒരു സർവീസ് പ്രദാനം ചെയ്യേണ്ടത് എന്നുള്ളത് മെയിൻ ആയിട്ട് ഡിസിഷൻ എടുക്കുന്നത് ഏറ്റവും തലപ്പത്തുള്ള പേഴ്സൺസ് ആയിരിക്കും. The following are includes in this. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആരൊക്കെ പെടുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. അതായത് ഒരു സ്ഥാപനം ആകുമ്പോൾ നമുക്കറിയാം അവിടെ വിവിധ ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ.
പാർട്ട് ടൈം ജീവനക്കാരുണ്ടാവാം, ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ജീവനക്കാരുണ്ടാവാം. അതേമാതിരി തന്നെ അല്ലെ ഇത്തിരി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് വർക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെ. എന്തൊക്കെയായാലും പലതരത്തിലുള്ള വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു വർക്കിംഗ് അനുസരിച്ചിട്ട് തന്നെ ചില ആനുകൂല്യങ്ങളൊക്കെ വേരിയേഷനും ഉണ്ടാവും. ചിലപ്പോൾ ഈ വർക്ക് ചെയ്യുന്നവരുടെ ആശ്രിതർക്ക് കൂടി നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ കമ്പനി എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും അല്ലെ ഇൻട്രസ്റ്റ് ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട്. ഇൻ കേസ് മെയിൻ ആയിട്ട് നമുക്കറിയാം ഇൻഷുറൻസ് പാക്കേജുകളൊക്കെയാണ് അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളായിട്ട് ലഭ്യമാകുന്നത്. അപ്പോഴെന്താണ് പ്രധാനമായിട്ടും എംപ്ലോയി ചിന്തിക്കുന്നത് ഇൻ കേസ് അല്ലെ ഭാവിയിലും ഇൻഷുറൻസ് കാര്യങ്ങൾക്കൊക്കെ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം നമുക്കറിയാം ഇത്തരത്തിലുള്ള എന്തെങ്കിലും അല്ലെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാണെങ്കിൽ ആശ്രിതർക്ക് കൂടി ലഭ്യമാക്കുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് തയ്യാറാകും. സോ അത്തരത്തിലുള്ള ഏതൊക്കെ കാറ്റഗറിയുള്ള വർക്കേഴ്സ് ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. ഓക്കെ, അപ്പൊ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് അവിടെ എടുത്ത് പറയുന്നത്. Then second one, depend members of active full time employees. ഈ പറഞ്ഞ ഫുൾ ടൈം എംപ്ലോയീസിനെ അല്ലെ ഡിപെൻഡ് ചെയ്യുന്ന ആശ്രിതര് അല്ലെ അവർക്കും കൂടി ബെനിഫിഷ്യൽ ലഭ്യമാകണോ എന്നുള്ള തീരുമാനം എടുക്കുന്നു. Then employees who have retired from the job, ജോലിയിൽ നിന്ന് വിരമിച്ചവരെ ഉൾപ്പെടുത്തണമെന്നുള്ള തീരുമാനം എടുക്കുന്നു. ഡിപെൻഡൻസ് ഓഫ് റിട്ടയേർഡ് എംപ്ലോയീസ്, ഈ ജോലിയിൽ നിന്ന് വിരമിച്ചു പോയ അല്ലെ എംപ്ലോയീസിനെ, അങ്ങനെ വിരമിച്ച് പോകാൻ സാധ്യതയുള്ള എംപ്ലോയീസിന്റെ ആശ്രിതർക്ക് കൂടി പരിഗണന കൊടുക്കണമെന്നുള്ള കാര്യം ആലോചിക്കുന്നു. ദെൻ പാർട്ട് ടൈം എംപ്ലോയീസ്, ഡിപെൻഡൻസ് ഓഫ് പാർട്ട് ടൈം എംപ്ലോയീസ്, അറിയാം അല്ലെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവരും അവരുടെ ആശ്രിതരും. ദെൻ എംപ്ലോയീസ് ഹു ആർ ഡിസേബിൾഡ്. ഓക്കെ, നമുക്കറിയാം ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അത്തരത്തിലുള്ള എംപ്ലോയീസ്. ദെൻ ഡിപെൻഡൻസ് ഓഫ് ഡിസേബിൾഡ് എംപ്ലോയീസ്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമുക്ക് ഈ പറഞ്ഞ വൈകല്യങ്ങളൊക്കെ നിറഞ്ഞ വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ ആശ്രിതര്. ദെൻ സർവൈവർ ഓഫ് ഡിസീസ് എംപ്ലോയീസ്. ഓക്കെ, നമുക്കറിയാം മരണമടഞ്ഞ അവരുടെ ആശ്രിതരും അല്ലെ അവർക്കായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകള്. ദെൻ എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. ഇപ്പൊ നിലവിലെ ചിലപ്പോൾ വോളണ്ടറി റിട്ടയർ ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുള്ള എംപ്ലോയീസ് ഉണ്ടാവാം, അവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കണോ. ഡിപെൻഡൻസ് ഓഫ് എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. ഇത്തരത്തില് വോളണ്ടറി റിട്ടയർ ചെയ്ത് പോകുന്ന എംപ്ലോയീസിന്റെ ആശ്രിതർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കേണ്ടതുണ്ടോ. Then employees who are separated from the employment temporarily. Okay, നമ്മളിപ്പോ സ്വമേധയെ വിരമിക്കുന്നതല്ലാതെ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ അവരെ അല്ലെ ഒഴിവാക്കി നിർത്തുന്നുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കണം. എക്സാമ്പിൾ എംപ്ലോയീസ് ആണ് ഫാമിലി ലീവ് ഒക്കെ ആയിട്ട് അല്ലെ അവരെ വിട്ടു പോകുന്ന സാഹചര്യത്തിലൊക്കെ അവർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ടോ. Then depends of employee who are separated from employment temporarily. ടെമ്പററിലി നമുക്കറിയാം ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അവര് ലീവ് എടുത്ത് പോയിട്ടുണ്ടാവും, പിന്നീട് അവിടെ പ്രവേശിക്കാന്നുള്ള ഒരു മൈൻഡോട് കൂടി പോയിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള എംപ്ലോയീസും അവരുടെ ആശ്രിതർക്കും ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കണോ വേണ്ടി എന്നുള്ള തീരുമാനത്തിലാണ് ആദ്യം എത്തേണ്ടത്. ഓക്കെ, എന്താണ് ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ് കിട്ടിയോ? ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാട്ടോ. കാരണം നമ്മൾ എത്രയും സ്പീഡ് കൂടുതലായിട്ട് എടുത്തി പോകേണ്ടതായിട്ട് വരും. കാരണം ഒരു അവറാണ് കിട്ടുന്നത് അല്ലെ, ഒരു വലിയ ചാപ്റ്ററുമാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചോദിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടത് ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്. ഓക്കെ, ആർക്കാണ് ഇതൊക്കെ ലഭ്യമാക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ട് അല്ലെ ഹൂ ഈസ് ഈ പറഞ്ഞ കവേർഡ് ബൈ എംപ്ലോയി അല്ലെ എംപ്ലോയി ചിന്തിക്കാൻ സാധ്യത, അല്ലെങ്കിൽ എംപ്ലോയർ തീരുമാനിക്കാനായിട്ടുള്ള ഇതിൽപ്പെടുന്ന കാറ്റഗറി, ഇത്തരം കാറ്റഗറിയിൽപ്പെടുന്ന എംപ്ലോയീസ് ആരൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മനസ്സിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. നെക്സ്റ്റ് ഭാഗത്ത് പറയുന്നത് ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ.
അതായത് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, കുറച്ച് പേരെയൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതില് ഈ പറഞ്ഞ പ്രധാനമായിട്ട് വിരമിച്ചവരെ ഉൾപ്പെടുത്തണമോ വേണ്ടയോ അല്ലെ, അത് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ബെനിഫിഷ്യൽ പാക്കേജ് കൊടുത്ത് നിർത്താനായിട്ട് പരമാവധി ശ്രമിക്കും. പക്ഷെ അവരും റിട്ടയർ ചെയ്ത് പോകും അല്ലെ. അവർക്ക് ആ റിട്ടയർമെന്റ് കാലയളവിലേക്കായിരിക്കും ചിലപ്പോൾ അവര് നീക്കിയിരിപ്പ് നടത്തുന്നത്. സോ അതിനായിരിക്കും ചിലപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു റിട്ടയർമെന്റ് ബെനിഫിഷ്യൽ പാക്കേജുകൾ വേണോ അല്ലെ, അത്തരത്തിലുള്ള ആ ഒരു ഉദ്ദേശം വിരമിച്ചവരെ ഉൾപ്പെടുത്തുന്നത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. It is common for major benefits to be provided to the employees, and some portion is given to the dependents of employees like medical expense coverage, life insurance coverage, etc. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ഇത്തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു മേജർ ബെനിഫിറ്റ്സ് ആണ്. അത് തീർച്ചയായിട്ടും എംപ്ലോയീസിന് ലഭ്യമാകുന്ന ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ആണ്. സം പോർഷൻ അല്ലെ, കുറച്ച് പോർഷൻ ഈ പറഞ്ഞ എംപ്ലോയിക്കും അല്ലെങ്കിൽ എംപ്ലോയിയുടെ ആശ്രിതർക്കും വേണ്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്പെൻസ് അല്ലെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് എന്ന രീതിയിലാണ് നീക്കിയിട്ട് നടത്തുന്നത്. There are many factors which must be taken care of when deciding whether to include other groups of in this plan or not. Okay, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോ ഒരുപാട് അല്ലെ, ഒരുപാട് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റു പ്ലാനുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ വിശകലനം ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ അല്ലെ. റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും തീർച്ചയായിട്ടും അവര് ചിലതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ജോലിയിൽ തുടരുന്നത് അല്ലെ. ഇപ്പൊ നവത ഡേയ്സിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ആരോഗ്യമുണ്ട്. അപ്പൊ വർക്ക് ചെയ്യുന്നു. ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിഷ്യൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് ശുഭപ്രതീക്ഷയോടുകൂടി വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു പാക്കേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പൊ അതിനോട് കൂടി ചേർക്കേണ്ട എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടാകില്ല അല്ലെ. ഇൻക്ലൂഡഡ് അതർ ഗ്രൂപ്പ്സ് ഇൻ ദിസ് പ്ലാൻ, ഈ പ്ലാനോട് കൂടി മറ്റെന്തെങ്കിലും ചിലപ്പോൾ മറ്റ് ആശ്രിതർക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ചേർക്കേണ്ടതുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. Attitude of the employer and the extent of protection provided under other plans like the social security are the two main consideration involved in this. പ്രധാനമായിട്ട് നമുക്കറിയാം ആ ഒരു എംപ്ലോയർ അല്ലെ, തൊഴിലുടമയാണ് അവിടെ ഒരു മനോഭാവം, കൃത്യമായിട്ടുള്ള ഒരു മനോഭാവം എടുക്കേണ്ടത് അല്ലെ. ഇവർക്ക് കൊടുക്കണോ എന്നുള്ളത്, ഈ ഒരു എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭാഗം നീക്കി വെക്കണോ എന്നുള്ളത് പ്രത്യേകമായിട്ട് തീരുമാനം എടുക്കേണ്ട മനോഭാവം എംപ്ലോയറുടേതാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ, മറ്റേതെങ്കിലുമൊക്കെ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. Then beside this, the role of a central and state laws cannot be ignored. തീർച്ചയായിട്ടും നമുക്കറിയാം ചില ലോ അനുസരിച്ചിട്ട് ലഭ്യമാക്കേണ്ട ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ അവിടെ കൊടുക്കണം അല്ലെ. PF ആനുകൂല്യങ്ങളൊക്കെ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റിൽ അത് നിയമപരമായിട്ട് എംപ്ലോയീസിന് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ ക്ലെയിമുകളൊക്കെ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിലവിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു തീരുമാനം കമ്പനിക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡ്യൂ ടു ഫാമിലി ലീവ് ലോ സം ബെനിഫിറ്റ് സ്റ്റിൽ നീഡ് ടു ബി പ്രൊവൈഡ് അല്ലെ. ഒരു ഫാമിലി ലീവ് ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് അല്ലെ ഈ ഇത്തരത്തിലുള്ള നിബന്ധനകൾ അല്ലെ ബെനിഫിറ്റ് സ്റ്റിൽ നീഡ് ടു ബി പ്രൊവൈഡ്, ചിലപ്പോൾ ആണെങ്കിൽ ആ ഒരു ടൈം വരേക്കൊക്കെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ കാറ്റഗറിയിൽ ചിലപ്പോൾ വേണമെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ചിലപ്പോൾ വേണമെങ്കിൽ ബെനിഫിഷ്യൽ പാക്കേജുകളിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ ഡിഡക്ഷൻസ് വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ എടുത്ത് പറയുന്നത്. ബെനിഫിഷ്യൽ പാക്കേജുകൾ തീർച്ചയായിട്ടും എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് തൊഴിലുടമ ലഭ്യമാക്കുന്നത്. പക്ഷെ പല കാര്യങ്ങൾ കൂടി അതിലൂടെ കൂട്ടിച്ചേർത്ത് അല്ലെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊബേഷണറി പീരീഡ്. പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നിശ്ചിത പീരീഡ് അല്ലെ, ഒരു സ്റ്റാർട്ടിംഗ് ടൈം പീരീഡ് ഒക്കെ ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഏതൊരു തൊഴിലുടമയും കുറെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ അവർ ഒരുപാട് കോസ്റ്റ് സഫർ ചെയ്യാതെ അല്ലെ അവരുടെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാനായിരിക്കും അവരെപ്പോഴും ശ്രദ്ധിക്കുക അല്ലെ. തൊഴിലുടമയ്ക്ക് അധികം നഷ്ടം വരരുത് എന്നുള്ളതായിരിക്കും എപ്പോഴും അവരുടെ മേലിൽ ഉണ്ടാവാം.
probationary periods as any kind of a claim which is resulted during probation must be borne by the employee himself. Okay, നമുക്കറിയാം അവിടെ എംപ്ലോയി ആ ഒരു ടൈമില് പ്രൊബേഷണറി പീരീഡിന്റെ ടൈമിലാണ് അവിടെ ഡ്യൂട്ടിക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകളൊക്കെ അവർ തന്നെയാണ് വഹിക്കേണ്ടതായിട്ട് വരുന്നത്. ഇറ്റ് റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓൺ ദ എംപ്ലോയേഴ്സ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമയ്ക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബർഡൻ ആയിട്ട് ഒന്നും വരില്ല, കാരണം അവർക്ക് അധികം എക്സ്പെൻസ് സഫർ ചെയ്യേണ്ടതായിട്ട് വരില്ല. Apart from this, the chance of adverse selection are also reduced due to probationary period. ഓക്കെ, ഇതിന്റെ ഒരു അല്ലേ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചില കമ്പനികളൊക്കെ പ്രൊബേഷണറി പീരീഡില് അവർക്ക് അല്ലെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അവർക്ക് അത്യാവശ്യം നോളജ് ഒക്കെ സമ്പാദിച്ചു പോകാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് ഈ ടൈമിലൊന്നും ഒരുപാട് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ട് എംപ്ലോയർക്ക് ബാധ്യത വരുന്നില്ല. ഓക്കെ, there will also be reduction in the administrative cost for managing those employees who terminate the employment immediately after they join the organization. ഓക്കെ, നമുക്കറിയാം ആ ഓർഗനൈസേഷനിൽ അല്ലെ ജോയിൻ ചെയ്യുന്നത് വരേക്കും ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിലൊന്നും ചെലവ് എന്താണ് ഉടമ വഹിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ദൂരത്ത് കാര്യങ്ങളൊന്നും, കാരണം എന്താണ് അവരെ പെർമനന്റ് എംപ്ലോയി അല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അവിടെ അല്ലെ അവിടെ നോട്ട് ചെയ്യേണ്ടതോ സൂക്ഷിക്കേണ്ടതോ അവർക്ക് ലഭ്യമാക്കേണ്ടതോ ആവശ്യം വരുന്നില്ല. ഇൻഫാക്ട് ദ ന്യൂ എംപ്ലോയീസ് ഹു ഹാവ് some claims are faced with a few financial challenges as they are not eligible for any kind of a benefit plans. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. അതായത് ആ ടൈമില് അല്ലെ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചലഞ്ചസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മറ്റ് പാക്കേജുകളൊന്നും ലഭ്യമല്ലാതെ വരും. അല്ലെ, the implementation and the time frame of a probationary period is reducing, particularly in the medical expense plan, except in the condition of a high turnover, as most of organizations are trying to attract new talent. ഓക്കെ, നമുക്കറിയാം ഈ പ്രൊബേഷണറി ടൈമില് നല്ല നല്ല പദ്ധതികൾ കൊടുക്കുമ്പോഴാണ് അവരവിടെ നിന്ന് അല്ലെ ആ ഒരു കമ്പനിയിൽ തന്നെ പിടിച്ചു നിൽക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. അല്ലെ, അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് അവര് ശ്രമിക്കുകയില്ല. അപ്പൊ ഇൻ കേസ് തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ട് രീതിയിൽ ഈ ഒരു കാലയളവിൽ നമുക്ക് പരിഗണിക്കാം. അല്ലെ, അവര് പ്രൊബേഷന്റെ പീരീഡിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് പെർമനന്റ് എംപ്ലോയി ആയി മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു. തീർച്ചയായിട്ടും അപ്പൊ വീണ്ടും അടുത്ത എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെ ഇൻവോൾവ് ചെയ്യേണ്ട ആ ഒരു അല്ലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ട ആവശ്യകത തൊഴിലുടമയ്ക്ക് വരുന്നില്ല. ബിക്കോസ് കാരണം നേരത്തെ തന്നെ ഈ പ്രൊബേഷണറി പീരീഡിൽ തന്നെ അവരെ എംപ്ലോയി എന്താണ് ഏബിളായി മാറുന്നു. അല്ലെ, അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങോ പാക്കേജുകളോ ഒന്നും കൊടുക്കാതെ തന്നെ അവരെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. സോ പല രീതിയിലും ഈ പ്രൊബേഷണറി പീരീഡിനെ കൺസിഡർ ചെയ്തിട്ടാണ് തൊഴിലുടമ പല കാര്യങ്ങളും അവർക്ക് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? യെസ്, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഫൈനാൻസിങ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ബെനിഫിഷ്യൽ പാക്കേജുകൾ ഓരോന്ന് 1 by 1 ആയിട്ടാണ് ലഭ്യമാക്കാനായിട്ട് അല്ലെ ഏതൊക്കെ രീതിയിലൊക്കെ എന്തൊക്കെ ആണ് പോസിറ്റീവായിട്ട്. ഓക്കെ, പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് ടൈം ആണ് അല്ലെ. അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ, പ്രൊബേഷണറി പീരീഡിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ലഭ്യമാണ് എങ്കിൽ എന്താണ് ആ വ്യക്തികൾ ആ ഒരു അവിടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. അല്ലെ, ആ എംപ്ലോയി ആ കാൻഡിഡേറ്റ്സ് അവിടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താണ് തൊഴിലുടമയെ സംബന്ധിച്ച് പ്രൊബേഷണറി പീരീഡിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാം. പക്ഷെ മസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഒരു ലോ അല്ലെ ലോയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എന്താണ് കുറെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നില്ല. അപ്പൊ ഫിനാൻഷ്യലി ഇവർക്ക് എന്താണ് റിസ്ക് എടുക്കേണ്ട ആവശ്യകത ഇല്ല എങ്കിലും അവർക്ക് വേണമെങ്കിൽ പ്രൊബേഷണറി പീരീഡിൽ കുറെ ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെ ആ ഒരു അല്ലെ അവിടെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു. നല്ലൊരു എംപ്ലോയി ആണെങ്കിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധ്യതയുണ്ട്. അല്ലെ, അവര് ആ കമ്പനി വിട്ടു പോകാനായിട്ട് ശ്രമിക്കില്ല. അതാണ് ഹൈ ടേൺ ഓവർ. അല്ലെ, ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടു പോകുന്ന നിരക്ക്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ?
വിട്ടുപോകുന്ന നിരക്ക് കുറഞ്ഞു വരാനായിട്ട് അല്ലെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം, തൊഴിലുടമയ്ക്ക് എന്ത് വേണമെങ്കിലും ഡിസിഷൻസ് എടുക്കാം, വേണമെങ്കിൽ അവരെ നിലനിർത്തിക്കൊണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഇൻ കേസ് തൊഴിലാളികൾ അവിടെ നിന്ന് എംപ്ലോയീസ് വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും അല്ലെ അവർക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. റിക്രൂട്ട്മെന്റ് നടത്തി അവരെ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് അവരെ നിന്ന് സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് അവരെ കമ്പനിയിലേക്ക് വരണം അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കറിയാം ഫിനാൻഷ്യലി ബർഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിലവിലുള്ള എംപ്ലോയീസിന് ഓക്കെ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുത്ത് നിലനിർത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ എംപ്ലോയി അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ വേണമെങ്കിൽ നമുക്കറിയാം എംപ്ലോയർക്ക് ഇത് മസ്റ്റായിട്ട് കുറെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് ഫിനാൻഷ്യലി അധികം റിസ്ക് വഹിക്കാതെ വേണമെങ്കിൽ അവരെ പിരിച്ചുവിടാനായിട്ട് ശ്രമിക്കാം. അതല്ല ഇങ്ങനെ ഒരു എയിമും കൂടിയും അവരുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അട്രാക്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, അട്രാക്റ്റബിൾ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഫൈനാൻസിങ് അല്ലെ. ഫൈനാൻസിങ് എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ ഈ എംപ്ലോയർക്ക് ഒരുപാട് അല്ലെ ഫണ്ട് ഇറക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും വിവരിക്കുന്നത്. The employee has to pay a portion of the cost on his or her coverage in several benefit plans. Okay, എംപ്ലോയി എപ്പോഴും നമുക്കറിയാം ഒരു നിശ്ചിത മാസം കോസ്റ്റ് വഹിക്കാനായിരിക്കും എപ്പോഴും താല്പര്യപ്പെടുന്നത് അല്ലെ. അവിടെ എംപ്ലോയി ഹാസ് ടു പേ പോർഷൻ ഓഫ് ദ കോസ്റ്റ് ഓൺ ഹിസ് ഓർ ഹെർ കവറേജ് ഇൻ സെവറൽ ബെനിഫിഷ്യൽ പ്ലാൻസ്. അതായത് ചിലപ്പോൾ കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ പ്ലാനിന് വേണ്ടിയിട്ട് കുറച്ച് പോർഷൻസ് അല്ലെങ്കിൽ കുറച്ച് കോസ്റ്റ് വഹിക്കാനായിട്ട് തൊഴിലാളികൾ തയ്യാറാകും. This can help the employer financially or the fund which are reserved from this can be used in facilitating other types of benefits to the employees. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമയെ സംബന്ധിച്ച് ആ ഒരു ഗുണം അല്ലെ, ഫിനാൻഷ്യലി അവർക്ക് കുറച്ച് സപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് മറ്റു ഫെസിലിറ്റീസ് ഒക്കെ ലഭ്യമാക്കി കൊടുക്കാൻ അല്ലെ, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മറ്റു ഫെസിലിറ്റീസ് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. There are different types of arguments favoring and opposing the provision of employees' contribution, but in most of the cases, it is a point of argument as these kind of decisions are mainly taken on the basis of a competition or a collective bargaining. Okay, നമ്മളിപ്പോ തൊഴിലുടമ കുറച്ച് കോൺട്രിബ്യൂഷൻ അവരിൽ നിന്ന് ഇറക്കണമെന്ന് അല്ലെ, ഒരു തൊഴിലാളികളെ സംബന്ധിച്ച് കുറച്ച് നിങ്ങളുടെ ഒരു ഭാഗം അല്ലെ പങ്കുവെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാം. അതായത് സാലറിയിൽ നിന്നും അവരുടെ ഒരു നിശ്ചിത വിഹിതം അവർ ആവശ്യപ്പെടുന്നു അല്ലെ, എങ്കിൽ നല്ല ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാം എന്നുള്ള ഒരു നിബന്ധനകളൊക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നിബന്ധനകളിലൂടെ അവർക്ക് നല്ല ബെനിഫിഷ്യൽ പാക്കേജുകൾ പകർന്നു കൊടുക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം തൊഴിലുടമയ്ക്ക് അധികം ഫിനാൻഷ്യൽ ബർഡൻ വരുന്നില്ല. ശരിയല്ലേ അല്ലേ? ആണോ? അതായത് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് തൊഴിലാളികളുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത വിഭാഗം അല്ലെ അവര് ഒരു നിശ്ചിത കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ തൊഴിലുടമ നല്ല ബെനിഫിഷ്യൽ പാക്കേജുകൾ, അതായത് തൊഴിലുടമയും കുറച്ച് കോൺട്രിബ്യൂഷൻസ് അവരുടെ സംഭാവന കൂടി കൂട്ടിച്ചേർത്ത് നല്ല ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഇത് അല്ലെ ഇങ്ങനെ ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ലഭ്യമാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഒരു ബാർഗെയിനിങ് ഉണ്ടാവും അല്ലെ, ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ചാൽ വില പേശിയിട്ടായിരിക്കും അവര് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടായിരിക്കും തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ എമൗണ്ട് ഒക്കെ അവര് അല്ലെ ശരിക്കും കറക്റ്റ് ആയിട്ട് നിശ്ചയിക്കുന്നത്. കാരണം തൊഴിലുടമ എപ്പോഴും കൂടുതൽ അധികമായിട്ട് തൊഴിലാളിയിൽ നിന്ന് കുറച്ച് അല്ലെ കോൺട്രിബ്യൂഷൻ നേടിയിട്ട് ബെനിഫിഷ്യൽ പാക്കേജുകൾക്ക് നമുക്കറിയാം തൊഴിലുടമ ഒരുപാട് ഫിനാൻഷ്യൽ ബർഡൻ ആവാനായിട്ട് ശ്രമിക്കാത്ത ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ എന്താണ് പരമാവധി അല്ലെ അവര് എന്താണ് തൊഴിലാളികളിൽ നിന്ന് തന്നെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് തന്നെ അല്ലെ ഒരു വിലപേശി ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അവര് നല്ല പാക്കേജുകൾ ഇൻ കേസ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാണ് അല്ലെ, അവരിപ്പോ ചെറിയൊരു എമൗണ്ട് നിങ്ങളിൽ നിന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തു തരാം. അപ്പൊ തീർച്ചയായിട്ടും അവരിൽ നിന്ന് ഒരുപാട് എന്താ പറയുക എമൗണ്ട് കൈപ്പറ്റിയിട്ട് ഒരു നല്ലൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് കമ്പനിക്ക് വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. മോസ്റ്റ് ഓഫ് ദ ഫണ്ടും എന്താണ് അവിടെയുള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തതാണ്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസിന് വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലേ, അപ്പൊ അവര് ബാർഗെയിൻ ചെയ്യും. ഓക്കെ, നമ്മളിൽ നിന്ന് കുറച്ച് ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട്
നല്ലൊരു ബെനിഫിഷ്യൽ പാക്കേജ് ലഭ്യമാക്കി തരാനായിട്ട് അവരെന്താണ് മോസ്റ്റ് ഓഫ് ദം ഒരു കളക്റ്റീവ് ബാർഗൈനിങ് നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുമ്പോൾ അവരുടെയും കൂടി ഒരു പങ്ക് വഹിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. The employer tend to act voluntarily or refuse the coverage in situations where contributory financing is implemented for the different types of benefit apart from pension plans. Okay, നമുക്കറിയാം PF പോലെയുള്ള പെൻഷനിലൊക്കെ എംപ്ലോയറുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അല്ലെ. നമുക്ക് ഒരു നിശ്ചിത വിഹിതം ഒരു 0.75 ആണെന്ന് തോന്നുന്നു അല്ലെ. അവിടെ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എങ്കിൽ 4.25 അല്ലെ, അത്രയും കോൺട്രിബ്യൂഷൻ എംപ്ലോയറുടെ ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ എമൗണ്ട് ലഭ്യമാക്കിയിട്ടാണ് PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാകുന്നത്. അപ്പൊ എങ്കിൽ കൂടി അവിടെ എന്താണ് എംപ്ലോയിയുടെ ഒരു നിശ്ചിത ഭാഗം കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് ഇവിടെ മനസ്സിലാക്കി തരികയാണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയുന്നു ഫൈനാൻസിങ് ഈസ് ഇംപ്ലിമെന്റഡ് ഫോർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ് അപ്പാർട്ട് ഫ്രം പെൻഷൻ പ്ലാൻസ്. ഈ പെൻഷൻ പ്ലാൻസ് ഒക്കെ ഇത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷന്റെ ബേസിൽ വരുന്ന ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളാണ്. ദ കോസ്റ്റ് ടു ദ എംപ്ലോയർ will additionally get law based on the degree to which coverage is declined by few employees. Okay, നമുക്കറിയാം അല്ലെ. അവിടെ തീർച്ചയായിട്ടും പലതരത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ, ഈ കവറേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ ലഭ്യമാക്കി തരും. പക്ഷെ അവിടെ കോൺട്രിബ്യൂഷന്റെ ബേസിലായിരിക്കും ഈ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ബട്ട് ദീസ് സേവിങ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ നെഗറ്റീവ് ചോയ്സ് which are resulted by those who select coverage. Okay, നമുക്കറിയാം എല്ലാവരും ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ ഭാഗം വേണ്ട, നമുക്ക് ആനുകൂല്യം വേണ്ട എന്നുള്ള മനോഭാവം സ്വീകരിക്കുന്ന വ്യക്തിത്വമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് അല്ല പറയുന്നത്, അല്ലാത്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളിലൊക്കെ ചിലപ്പോൾ വിട്ടു നിന്ന് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളും ഇവിടെ ഉണ്ടാവാറുണ്ട്. Additionally, if the option of refusing the coverage is available to the employees, the employee himself or his or her dependents will be without the coverage in case of any occurrence of loss. Okay, നമുക്കറിയാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു നഷ്ടം സഹിക്കാനായിട്ട് അല്ലെ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് ഒരുപാട് ലംസം എമൗണ്ട് കൈപ്പറ്റിയിട്ടായിരിക്കും അവർ ഇൻഷുറൻസ് പോളിസികളൊക്കെ ലഭ്യമാക്കി തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അത് വലിയ ലാഭകരമായിട്ടുള്ള ഒരു സംഭവം അല്ലാന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എംപ്ലോയിയിൽ അതിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കാതിരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും. In comparison to non-contributory plans, the administrative cost is relatively higher in case of contributory plans. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കോൺട്രിബ്യൂട്ടറി അല്ലെ, നമ്മളൊരു പോർഷൻ തൊഴിലാളികളുടെയും ഒരു വർഷം തൊഴിലുടമയും കൂടി വന്നിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണെങ്കിൽ അവിടെ കോസ്റ്റ് കുറവായിരിക്കും. കാരണം ഇരുകൂട്ടരും അല്ലെ അവരുടേതായിട്ടുള്ള റിസ്ക് ഹാൻഡ് ഓവർ അല്ലെ അവര് വഹിച്ചുകൊണ്ട് തന്നെയാണ് ആ പാക്കേജുകൾ ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് കുറവായിരിക്കും. അതേസമയം ഇങ്ങനെ കോൺട്രിബ്യൂട്ടറി ഇല്ല എങ്കിൽ അല്ലെ അവരവരുടെ പ്രൊവിഷൻസ് ഒന്നും ഇല്ലാതെയുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് ആണെങ്കിൽ അതിന് ഹൈ കോസ്റ്റ് തൊഴിലുടമ തന്നെ ലഭ്യമാക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇൻ കമ്പാരിസൺ ടു നോൺ കോൺട്രിബ്യൂട്ടറി പ്ലാൻസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഇസ് റിലേറ്റീവ്ലി ഹയർ ഇൻ കേസ് ഓഫ് കോൺട്രിബ്യൂട്ടറി പ്ലാൻസ്. നിങ്ങൾ ഇതിന്റെയൊക്കെ ബൈഹാർട്ടൊന്നും പഠിക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒരു ഹെഡിങ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിച്ചാൽ മതി. നമുക്കറിയാം ഒരു വിവരണവും കാര്യങ്ങളൊന്നും ചോദ്യങ്ങളിലൊന്നും ഉണ്ടാവില്ല എങ്കിൽ കൂടി അല്ലെ മോക്ക് ടെസ്റ്റ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ജസ്റ്റ് ഹെഡിങ് ഒക്കെ മനസ്സിലാക്കാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അല്ലെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയി ചോയ്സ് ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമ തൊഴിലാളികളുടെ അല്ലെ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഈ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ അവര് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ അല്ലെ അവരുടെ ആ ഒരു പ്രവർത്തന ഇടത്തിൽ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് അല്ലെ നല്ല എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടൊക്കെ ഒരു വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു എയിം വെച്ചുകൊണ്ടാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുന്നത്. അപ്പോൾ
പ്രധാനമായിട്ടും അവിടുത്തെ തൊഴിലാളികൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട അല്ലെ ഒരു ബെനിഫിഷ്യൽ പാക്കേജുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം തൊഴിലുടമ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെ. അപ്പൊ എംപ്ലോയിയുടെ ചോയ്സും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ. ഡിഫറെന്റ് മെത്തേഡ്സ് which can be used for gaining the viewpoints and the choice of the employees regarding different benefits plan are stated below. ഓക്കെ, നമ്മള് വ്യത്യസ്ത വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് നമുക്ക് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് വ്യത്യസ്ത മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂസ്. The most effective marketing research method for a small organization or for a benefit plan which include only a limited number of employees is a personal interview with the employees either individually or a small group. Okay, നമുക്കറിയാം ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കണമെങ്കിൽ നമുക്കറിയാം വ്യക്തിപരമായിട്ട് ഇന്റർവ്യൂ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്താ ആനുകൂല്യങ്ങളൊക്കെയാണ് അല്ലെ, ചിലപ്പോഴെങ്കിൽ അവരുടെ ആഗ്രഹം നിന്ന് വരുന്ന ട്രാവലിംഗ് ഫെസിലിറ്റി അനുവദിക്കണമെന്നായിരിക്കും അല്ലെ. പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാണ് അല്ലെ. അപ്പൊ അവരുടേതായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് അത് അവരെ വ്യക്തിപരമായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് നടപ്പാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇച്ചിരി കൂടി വലുതാണെങ്കിൽ ഒരു ചെറിയ സ്മോൾ ഗ്രൂപ്പിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ദിസ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ദ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. നമുക്കറിയാം വലിയ ബുദ്ധിമുട്ട് അല്ലെ, ഒരുപാട് പൈസ ചെലവില്ലാത്ത ഒരു രീതിയാണ് നമുക്ക് ഒരാളെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. നമുക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനേഴ്സ്. ഇതാണ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനേഴ്സിന് പറയുന്നത്. there are mainly two portions in a simplified questionnaire. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും രണ്ട് പോർഷൻ ആണ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനേറിൽ ഉള്ളത്. The first one is used to determine the benefits preference, while the other portion is aimed to determine the benefits preference while the other. Okay, അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കാം എന്താണ് രണ്ട് പോർഷൻസ് അല്ലെ അവിടെ പ്രധാനമായിട്ടും സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് പോർഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രിഫറൻസ് അല്ലെ, അവിടെ എന്താണ് പ്രിഫറൻസ്, എന്തിനാണ് മുൻഗണന കൊടുക്കണേ എന്നുള്ളൊരു ഭാഗമാണ് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യങ്ങളിലേക്ക് രൂപേണ ഉൾപ്പെടുത്തുന്നത്. എന്താണ് അതിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് സച്ച് ആസ് ഏജ്, ജെൻഡർ, ഇയേഴ്സ് ഓഫ് സർവീസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, സാലറി റേഞ്ച് എക്സെട്ര. ഓക്കെ, നമ്മളിപ്പോ അവിടെയുള്ള ജീവനക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് നാള് സീനിയർ ആയിട്ട് അല്ലെ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. ഇപ്പൊ കരിയർ ഫ്രഷേഴ്സ് ഉണ്ടാവും, കുറച്ചും കൂടി അല്ലെ, അങ്ങനെയുള്ള ഒരു വിവിധ കാറ്റഗറിയിലുള്ള പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ അവരെയും കൂടി ആ ഒരു കാര്യങ്ങളും കൂടി അല്ലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റാറ്റസും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാൻ അല്ലെ. നമുക്കറിയാം ഫ്രഷേഴ്സിന് ജസ്റ്റ് കയറി ഒരു മാസം കയറിയവർക്ക് ഒരുപാട് സീനിയോറിറ്റി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണിന്റെ അതേ ആനുകൂല്യം ചിലപ്പോൾ ലഭ്യമാകുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര ടൈമിന് ശേഷം അല്ലെ നമുക്കറിയാം ചിലപ്പോൾ 1 ഇയറിന് ശേഷമായിരിക്കും ചില ആനുകൂല്യങ്ങളൊക്കെ ഇവർക്കും ലഭ്യമായി കിട്ടിത്തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അല്ലെ അത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഒരു ഭാഗം കളക്ട് ചെയ്യുന്നു. Then as an employee have to only rank and or indicate their preference, it is regarded as a simplified questionnaire. Okay, അവര് ഇത് വെച്ചുകൊണ്ട് ആർക്കൊക്കെ മുൻഗണന കൊടുക്കണം എന്നതനുസരിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. Then the analysis of data collected will be difficult task and it will require the use of a computer if the organization is not a small one. Okay, ചെറിയ ചെറിയ സ്ഥാപനമല്ല, വലിയ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത്തരത്തില് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പിടിച്ചുകൊണ്ട് ഓരോരുത്തർക്കും മാനുവലി അല്ലെ ഓരോരുത്തരെയും ഈ ക്വസ്റ്റ്യൻ പിടിച്ച് അവരുടെ ഏജും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. നമുക്കറിയാം ഇപ്പൊ കുറച്ച് അല്ലെ എന്തായാലും കമ്പ്യൂട്ടറൈസറിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഇതിന്റെ വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത്. To avoid upsetting the employees, it is important that the questionnaire is brief. Okay, എംപ്ലോയീസിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അല്ലെങ്കിൽ ശല്യപ്പെടുത്താത്ത രീതിയിൽ വളരെ കുറച്ച് എന്നാൽ ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ
ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ തയ്യാറാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്താണ് സോഫ്റ്റിക്കേറ്റഡ് അല്ലെ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് കണ്ടു. വ്യക്തിപരമായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് അവരുടെ അല്ലെ ഇൻട്രസ്റ്റ് എന്താണ്, താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സെക്കൻഡ് വൺ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അവരുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അതിനനുസൃതമായിട്ടുള്ള കാറ്റഗറി ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ നടത്തി അല്ലെ അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. സോഫ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് ആണ് തേർഡിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദ മെഷർമെന്റ് ഓഫ് സ്പീഡ് കൂടുന്നില്ലല്ലോ, ക്ലിയർ ആവുന്നില്ലേ? ആർക്കെങ്കിലും സ്ലോയില് പോകണമെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോ നമ്മള് രണ്ട് രീതി കഴിഞ്ഞു. നമ്മളുടെ തേർഡ് രീതി എന്താണെന്ന് നോക്കാം. സോഫ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് ആണ്. അതായത് മെഷർമെന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് പ്രിഫറൻസ് ഓഫ് എംപ്ലോയീസ് ഇസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ ആൻഡ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ്. അതായത് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേഴ്സണൽ ഇന്റർവ്യൂ കൊണ്ടോ സാധ്യമാക്കാൻ പറ്റാത്ത മേഖലകളിലാണ് ഈ ഒരു മെഷർമെന്റ് വരുന്നത്. Thus, more sophisticated marketing research tools are employed by many firms so that it is possible to measure the significance of employees' preference related to different benefit plans. Okay, നമുക്കറിയാം ഇത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു മിക്കവാറും മിക്ക ഫേമുകളും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് അവരുടെ പ്രിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. When certain alternative plans have been formulated by the employer, then only these sophisticated research tool can be implemented. ഓക്കെ, നമ്മള് അല്ലെ വിവിധ സ്ലാബുകൾ വെച്ചേക്കും അല്ലെ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഈ ഒരു രീതി അനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു അല്ലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വിവിധ മോഡലുകൾ കൊടുത്തിട്ട് അവരിൽ നിന്ന് അല്ലെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പേഴ്സൺസിന് അതനുസരിച്ചിട്ട് അല്ലെ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തരെയും വിളിച്ച് വ്യക്തിപരമായിട്ടൊന്നും ഇന്റർവ്യൂ നടത്താതെ തന്നെ അല്ലെ ഒരു കൂട്ടം ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതനുസരിച്ചിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം എന്താണ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് and interviews are followed by these techniques, and it may require further interviews or use of questionnaires. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും ഈ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസും ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരെ വിളിച്ച് നമുക്ക് കാറ്റഗറി ചെയ്ത് അല്ലെ ഓരോന്നോരോന്നും കണ്ടെത്തണം എന്നുള്ളതാണ്. പക്ഷെ ഈ ടെക്നിക്കിന് മോസ്റ്റ് ഓഫ് ദം അല്ലെ ഈ ഒരു രീതിയിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനുകൾ വെച്ചിട്ട് തന്നെ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ കൂടുതലായിട്ടും അല്ലെ അത് അറിയാനായിട്ട് അല്ലെ എളുപ്പത്തിൽ ഒരു വിവാഹം കാലത്ത് എന്താണ് ഈ ഒരു രീതി ചിലപ്പോൾ ആണെങ്കിൽ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് എല്ലാവരും മോസ്റ്റ് പ്രിഫർ ചെയ്യുന്ന രീതി ഏതാന്നുള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോ ആ ഒരു 3 മെത്തേഡുകളും ജസ്റ്റ് ആ ഹെഡിങ്ങുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പേഴ്സണൽ ഇന്റർവ്യൂ, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അതേമാതിരി തന്നെ കോസ്റ്റ് കുറഞ്ഞതും അല്ലെ, അതേമാതിരി തന്നെ അല്ലെ വളരെ ചെറിയ ഫേമൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാക്സിമം നല്ല രീതിയിൽ പറയുന്നത് ഏതോ ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പേഴ്സണൽ ഇന്റർവ്യൂ ആണ് അല്ലെ മോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റ് റിസർച്ച് മെത്തേഡ് എന്നുള്ളത്. കാരണം അവരെ വ്യക്തിപരമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവർക്ക് താല്പര്യം, ഓരോ എംപ്ലോയിയുടെയും താല്പര്യം എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പക്ഷെ വലിയ ഓർഗനൈസേഷനിലാവുമ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ചിലവേറിയ ഒരു കാര്യം എന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നു. ാണോ വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
നമുക്കൊരു 2 പോയിന്റ് കൂടി ഇതിൽ എടുത്തു തീർക്കാനുണ്ട്. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് 6th പോയിന്റിലേക്ക് പോവാം. എന്താണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്? കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോസ്റ്റിന്റെ അല്ലെ ചെലവിന്റെ ഒരു നിയന്ത്രണത്തിന്റെ കാര്യമാണ് പറയുന്നത്. The main focus remain either on the reduction of the size of the claim or decreasing the administrative cost linked with the benefit plans so that the benefit cost can be controlled. ഓക്കെ, നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ഒരു ബെനിഫിഷ്യൽ പാക്കേജിന്റെ ഒരു സൈസ് അല്ലെ അത് വലിപ്പമൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരിക. അതായത് ഒരുപാട് വലിയ വലിയ അല്ലെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകാതെ, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അധികം വരാത്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയറെ സംബന്ധിച്ച് കോസ്റ്റ് ഒന്ന് കൺട്രോളബിൾ ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. The attempts of these methods are to lower the cost or at least lower the rate of increase of cost rather than transferring these costs to the employees. Okay, നമുക്കറിയാം മെയിനായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നതെങ്കിലും കോസ്റ്റ് ഒരുപാട് തൊഴിലുടമ വഹിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ കോസ്റ്റ് അല്ലെ ആ ഒരു ചെലവ് തൊഴിലാളികളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അല്ലെ അവരധികം റിസ്ക് എടുക്കാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിംഗ് ദീസ് കോസ്റ്റ് ടു എംപ്ലോയീസ് അല്ലെ എങ്ങനെയെങ്കിലൊക്കെ എംപ്ലോയിനെ കൊണ്ട് അധികം ചെലവുകൾ എഴുപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ചെലവില്ലാത്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളായിരിക്കും ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ബെനിഫിഷ്യല് എംപ്ലോയിക്ക് അർഹതപ്പെട്ടത് ലഭ്യമാകാൻ സാധ്യതയുള്ളൂ. ഒരുപാട് കോസ്റ്റ് മുടക്കുകയാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും അത് എംപ്ലോയിയുടെ തലയിൽ തന്നെ കെട്ടിവെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. In most of these cases, the main focus of employers is to reduce their own cost. However, some benefits are also given to the employees, resulting from the cost reduction in the form of providing additional benefits to the employees or a decreased rate of rise in inaccessible expenses. Okay, നമുക്കറിയാം അല്ലെ എപ്പോഴും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് തൊഴിലുടമയുടെ കോസ്റ്റ്, അത് സ്വന്തം കോസ്റ്റ് കുറച്ചുകൊണ്ട് വരാനായിരിക്കും അവരെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. എന്നിരുന്നാലും സം ബെനിഫിറ്റ്സ് അല്ലെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവര് കൊടുക്കുന്നുണ്ട്. കോസ്റ്റ് അല്ലെ കുറച്ച് സഫർ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് അവര് തയ്യാറാവുന്നുള്ളത് നമുക്കറിയാം. അവിടെ ആ ഒരു കമ്പനിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നത് പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ എംപ്ലോയിക്ക് ലഭ്യമാക്കുക, അല്ലെങ്കിൽ അല്ലെ ഒരുപാട് റേറ്റ് ഇല്ലാത്ത രീതിയിൽ അല്ലെ അധിക ചെലവില്ലാത്ത രീതിയിൽ അല്ലെ എക്സ്പെൻസ് അധികം ഇല്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് പാക്കേജ് കൊടുക്കുക എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ട് തൊഴിലുടമ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഓക്കെ, എ പാർട്ട് ഫ്രം ദ പ്ലാൻസ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസ്, ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊവിഷൻസ് ആൻഡ് practice which the most common cost containment method are being implemented by many employers at the present stage below. Okay, അതായത് ഇതിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോസ്റ്റ് വരാത്ത രീതിയിൽ അല്ലെ ഒരുപാട് റിസ്ക് ഇല്ലാത്ത രീതിയിൽ, എന്നാൽ നമുക്ക് എംപ്ലോയിക്ക് ആണെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യലി സപ്പോർട്ടീവ് തന്നെ വകവരുത്തുന്ന തരത്തിൽ അല്ലെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള കാര്യമായിരിക്കും എപ്പോഴും തൊഴിലുടമ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മെത്തേഡുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അവര് അവലംബിക്കുന്നുണ്ട്. നോക്കാം, അതിലെ ഫസ്റ്റ് മെത്തേഡ് ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ക്യാഷ് ഫ്ലോ ആൻഡ് റെഡ്യൂസിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അതായത് വ്യത്യസ്ത ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ക്യാഷിന്റെ ആ ഒഴുക്കിനെ അല്ലെ അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അല്ലെ അത് തടസ്സമില്ലാത്ത രീതിയിൽ കൊണ്ടുവരാനായിട്ടും അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ലഘൂകരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കൊക്കെ ആയിരിക്കും അവർ പ്രയോഗിക്കുന്നത്. ചിലപ്പോൾ ഈ നിലവിലുള്ള എന്തെങ്കിലും അല്ലെ അവരുടെ ഡാറ്റാസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തി തീർത്തിട്ടായിരിക്കും അവര് എന്താണ് ആർക്കൊക്കെ അർഹതപ്പെട്ടതെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അതായത് തുടക്കം മുതലേ അല്ലെ ആദ്യം മുതലേ എടുത്ത് എല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അല്ലെ അവരുടേതായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അത് ലഭ്യമാക്കി അങ്ങനെയൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചെലവ് കൂടുതലാണ്. സമയവും അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ അതിനു വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നിലവിലുള്ള എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ എന്തെങ്കിലും അല്ലെ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ഒരു ക്രമീകരണമൊക്കെ നടത്താനായിട്ട് ശ്രമിക്കും. Then devising a comparative finding among the insurance firms and third-party administrators which can reduce the administrative cost. Okay, ചിലപ്പോൾ വേണമെങ്കിൽ ഇപ്പൊ ഇൻഷുറൻസ് കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ തേർഡ് പാർട്ടികളെയൊക്കെ അല്ലെ ഇതിലേക്ക് ബന്ധപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് കാര്യങ്ങളിൽ എഴുതുകൂട്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോഴാണെങ്കിൽ അവർ നിർവഹിക്കും. then അങ്ങനെ അല്ലെ അത്തരത്തിലുള്ള കോസ്റ്റ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് തൊഴിലുടമയ്ക്ക് എംപ്ലോയർക്ക് അതിൻ്റെതായ റിസ്ക് വഹിക്കേണ്ടതായിട്ട് വരില്ല. then different types of employee assistance and wellness programs which can control future medical claim and reduce the absenteeism. ഓക്കെ, അതേമാതിരി തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അല്ലെ വെൽ നോൺ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് റിസ്ക് ഇല്ലാത്ത രീതിയിൽ അവൈലബിൾ ആക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതായത് തൊഴിലാളി സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. അതുകൊണ്ട് തന്നെ അവരെ അല്ലെ ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അബ്സെന്റിസം വരുത്താത്ത തരത്തിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട്. കാരണം നമുക്കറിയാം മെഡിക്കൽ ക്ലെയിം ഒക്കെ കിട്ടണമെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ചില ക്ലെയിമുകളൊക്കെ കിട്ടണമെങ്കിൽ അവരെ മസ്റ്റായിട്ട് അല്ലെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പങ്ക്ച്വലായിട്ട് അബ്സെന്റിസം ഒന്നും കൂടാതെ തന്നെ അല്ലെ പ്രസന്റില് തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് പോകണം. എങ്കിൽ മാത്രമാണ് അവർക്ക് ആ മെഡിക്കൽ ക്ലെയിമും ഒക്കെ അവർക്ക് ലഭ്യമാവുകയുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നിക്കും കൂടി അവലംബിച്ചിട്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത്. Okay, then considering that most plans which are formulated by the employer also cover the dependents. Okay, നമുക്കറിയാം ചില പ്ലാൻസുകൾ എന്നൊക്കെ പറയുമ്പോൾ എംപ്ലോയിനെ മാത്രമല്ല ഡിപെൻഡൻസിനെയും കൂടി ആശ്രിതരെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. Awareness has also increased with respect to informing the dependents of the employee about the different types of benefit plans organized by the firm. For example, in the benefit orientation, suppose can be invited to participate. Okay, അതായത് എന്താണ് അവര് അല്ലെ കൂടുതൽ അവരുടെയും കൂടി ഡിപെൻഡൻസിനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ അവരേക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മള് കമ്പനിയിലേക്ക് പ്രവേശിച്ച് അല്ലെ ആ ടൈമിൽ തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എന്താണ് അതനുസരിച്ചിട്ട് തന്നെ അവര് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ആ ഒരു റെസ്പെക്ട് അവരെ കമ്മിറ്റ്മെന്റ് ആ കമ്പനിയോട് അവരെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പൊ എന്താണ് നല്ല എഫിഷ്യന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പൊ കോസ്റ്റ്ലി നമുക്കറിയാം എക്സ്പെൻസ് വളരെ കുറച്ചുകൊണ്ട് നല്ല കമ്മിറ്റ്മെന്റ് കമ്പനിക്ക് കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനായിരിക്കും എപ്പോഴും എംപ്ലോയർ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തൊഴിലാളികൾക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മള് ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലെ. തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ അവര് നല്ലൊരു കമ്മിറ്റ്മെന്റ് അവര് ഫേമില് ചില അല്ലെ അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിലൊക്കെ എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ ആവശ്യമാണ്. Earlier, not much attention was paid towards communicating different types of benefit plans to the employees by the employers. Okay, നമുക്കറിയാം എംപ്ലോയേഴ്സ് ഇത്തരത്തിലുള്ള ഒരുപാട് അല്ലെ ശ്രദ്ധ ഈ പറഞ്ഞ മാതിരി ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. കാരണം എംപ്ലോയർ എന്തെങ്കിലും തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സിൻസിയർ ആയിട്ടായിരിക്കും എംപ്ലോയീസുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ അവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അല്ലെ. The main attitude behind this was the employers thought that any kind of a benefit which is provided to the employees will be appreciated by them. Okay, അവര് ഇങ്ങനെ ഒരു മനോഭാവത്തിൽ എത്താൻ കാരണം നമ്മൾ എന്തെങ്കിലും തൊഴിലുടമ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും അല്ലെ എന്തെങ്കിലും ബെനിഫിഷ്യൽ സാലറിയുടെ അപ്പുറം അഡീഷണൽ ആയിട്ടുള്ള പാക്കേജുകളാണ് ബെനിഫിഷ്യൽ പാക്കേജുകൾ അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും തൊഴിലാളികൾ അപ്രിസിയേറ്റ് ചെയ്യും അല്ലെ. അവരെ പുകഴ്ത്തിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് തൊഴിലുടമയ്ക്കുള്ളത്. The literature prepared by the insurance company for the coverage was the only available information which was provided to the employee. Okay, ചിലപ്പോൾ വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്ന അല്ലെ എന്തെങ്കിലുമൊക്കെ പാക്കേജുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസുകളൊക്കെ ആയിരിക്കും തൊഴിലാളികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. കാരണം
അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുക എന്നുള്ളത് എന്തായാലും അപ്രിസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ആണ് തൊഴിലുടമയ്ക്കുള്ളത്. ബട്ട് ഇൻ ദ റീസെന്റ് പാസ്റ്റ് ദിസ് സിറ്റുവേഷൻസ് ഹാസ് ചേഞ്ച്ഡ് സിഗ്നിഫിക്കന്റ്. പക്ഷെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ആ ഒരു സിറ്റുവേഷൻസ് അല്ലെ തൊഴിലുടമ ഇങ്ങനെയൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നത് വളരെ അപ്രിസിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എംപ്ലോയീസ് ധരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അതിലൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. The different types of information related to benefit plans are required to be given to the employees by the employer according to the legal framework. കാരണം നമുക്കറിയാം ചിലതൊക്കെ നിയമപരമായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടൊക്കെ നോളജ് എല്ലാ എംപ്ലോയീസിനും ഉണ്ട്. അപ്പൊ നിയമപരമായിട്ട് ലഭ്യമാകുന്ന കുറെ നിയമവശങ്ങളുടെ ആനുകൂല്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഇൻഫോർമേഷൻസ് ഒക്കെ തൊഴിലാളികൾക്ക് ലഭ്യമാണ്. സോ apart from this, most of the employers found that employees are not serious about the different types of benefit plans, and they do not understand the significance of these benefit plans for themselves and for their families. Okay, നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് എംപ്ലോയേഴ്സ് ധരിച്ചിരിക്കുന്ന ആ ധാരണയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പൊ എല്ലാവരും എടുക്കുന്നത് അല്ലെ. അപ്പൊ മോസ്റ്റ് ഓഫ് ദ എംപ്ലോയേഴ്സ് ധരിച്ചിരിക്കുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബെനിഫിഷ്യൽ പാക്കേജ് എന്ന് പറയുന്നത് എന്താണ്, അതിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പൊ തൊഴിലുടമയും ധരിച്ചു വെക്കേണ്ട ഒരു കാലഘട്ടമാണ്. Moreover, the cost which is incurred by the employer is not recognized by them. കാരണം അവര് കോസ്റ്റ് വഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മളിൽ നിന്ന് അല്ലെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ഈ കോസ്റ്റ് വഹിക്കുന്നതെന്നുള്ള കാര്യം. അതനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിരിക്കും തൊഴിലുടമയ്ക്ക് ലഭ്യമാകുന്നത്. Dissatisfaction which arise due to different types of misunderstandings regarding the benefits plans can be reduced significantly with the help of effective communication. So അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളറിയാം, നമുക്കറിയാം നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ വേണം അല്ലെ. തൊഴിലാളികളുടെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു അതായത് അവരുടെ ആ അവഗണനയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നല്ല രീതിയിൽ തൊഴിലുടമ ലഭ്യമാക്കുന്നത് എല്ലാം തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്നുള്ളതും നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ധാരണയില് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കണം. ഓക്കെ, നമ്മളൊരു ട്രിപ്പ് തൊഴിലുടമ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് കവറേജുകൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്ററിംഗ് സർവീസുകളോ അല്ലെങ്കിൽ അല്ലെ ട്രാവലിംഗ് അലവൻസുകളോ എന്തെങ്കിലും തന്നെ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ളതാണ് അല്ലെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഇത്രയും കോൺട്രിബ്യൂഷനെ ഞങ്ങൾ കൈപ്പറ്റുന്നുള്ളൂ, മാക്സിമം എഫേർട്ട് അല്ലെങ്കിൽ മാക്സിമം കോസ്റ്റ് നമ്മൾ തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളത് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഇതൊക്കെ നിയമവശങ്ങളാണ് എന്നുള്ള മൈൻഡിലൂടെ ആയിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? Then നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനിൽ എത്താം. This can also help decrease the employee turnover based upon the degree to which the employees understand the real value of these benefit plans. Okay, യഥാർത്ഥ പിക്ചറൊന്നും അവർക്ക് ലഭ്യമാക്കിയില്ല എങ്കിൽ എന്ത് ചെയ്യും, അവർ ഇത്തിരി കൂടി ബെനിഫിഷ്യൽ പാക്കേജ് കിട്ടുന്ന കമ്പനികൾ ഏതാണെന്ന് വിചാരിച്ച് കണ്ടിട്ട് അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ ടേൺ ഓവറും കൂടി വിട്ടുപോകാനായിട്ടുള്ള നിരക്കും കൂടി ഇത് ബേസ് ചെയ്യുന്നുണ്ട് അല്ലെ. എപ്പോഴും ബെനിഫിഷ്യൽ പാക്കേജും കൂടി നോക്കിയിട്ടാണ് ഇപ്പൊ എംപ്ലോയീസ് അല്ലെ അവരുടേതായിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കുന്ന ഇടം ഏതാണെന്നുള്ളത് നിശ്ചയിക്കുന്നത്. At the same time, the significance of a communication for gaining support of employers is also recognized by the employees, so that attempt of a cost containment become a success. ഓക്കെ, നമുക്കറിയാം നിരന്തരം ആവശ്യമാണ് അല്ലെ. തൊഴിലുടമയെ സംബന്ധിച്ച് ഒരു കൺട്രോളബിൾ ആക്കിയിട്ട് എംപ്ലോയിക്ക് ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, അതല്ലെങ്കിൽ കമ്പനി നഷ്ടത്തിൽ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ അതും കൂടി കൺട്രോൾ ചെയ്ത് ബെറ്റർ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് അവർ അംഗീകരിക്കുന്ന വിധത്തിലുള്ള പ്ലാനുകളെല്ലാം ആസൂത്രണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആസ് എംപ്ലോയി ആർ provided with more choice in respect of their own benefits, the importance of the benefits of a communication is increasingly essential. So നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബെനിഫിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ നമ്മുടെ സ്വന്തം ഓരോരുത്തർക്കും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭ്യമാകുന്നത്, അതിന്റെ റിസ്കുകൾ എത്രത്തോളം തൊഴിലുടമ വഹിക്കുന്നുണ്ട്, അതെല്ലാം തന്നെ എംപ്ലോയിക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യൽ അല്ലെ, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന് ഇവിടെ എടുത്തു പറയുന്നത്.
നമ്മളൊരു 7 points ആണുള്ളത്. കുറച്ച് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പതിയെ പോവേണ്ട കാര്യമില്ല, കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ വായിച്ചിട്ട് വരിക. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പങ്കെടുക്കാം. ഓക്കെ, താങ്ക് യു.